അസ്സലാമു അലൈക്കും. ഞാൻ മുബി. വെൽക്കം ടു മൈ ഫുഡ് പാരഡൈസ്. വൺ സോൾട്ട് മാംഗോ ട്രീ. എന്ത് സോൾട്ട് മാംഗോ ട്രീ? ഓ, ഉപ്പുമാവാണോ? ഓക്കെ, ഇപ്പോൾ ഉണ്ടാക്കിത്തരാം. ഒരു മിനിറ്റ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനിവിടെ 1 കപ്പ് റോസ്റ്റഡ് റവയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ചനാദാൽ, 2-3 മുളക്, കുറച്ച് ഇഞ്ചി, പിന്നെ കരിവേപ്പില, 1 കപ്പ് ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ക്യാരറ്റ്, ഒരു 10 കാഷ്നട്ട്, കുറച്ച് കടുക്. ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗീ വേണം. ഇനി ഒരു പാൻ ചൂടാകാനായി വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. കൊച്ചു കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഗീ ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. സോ ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ടിട്ട് അതൊന്ന് പൊട്ടാനായിട്ട് വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ചനാദാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ചനാദാൽ ഒന്ന് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, ഇത് നന്നായി ഇളക്കി കഴിഞ്ഞ ശേഷം നമ്മൾ കറി ലീവ്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കരിവേപ്പില നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് മുളകാണ്. മുളക് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യുക. ഞാൻ ഇവിടെ 2 ആഡ് ചെയ്തിട്ടുള്ളൂ. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ഒരു 10 ചെറുതായി അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സവോളയും നിങ്ങൾക്കിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും, പക്ഷേ ചെറിയ ഉള്ളിയാണ് കുറച്ചും കൂടി ടേസ്റ്റ്. ഇത് നന്നായിട്ടൊന്ന് 1 മിനിറ്റ് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കാഷ്നട്ടാണ്. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് 1 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം നമുക്ക് എന്തെങ്കിലും വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ക്യാരറ്റ് ഒന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ആഡ് ചെയ്യുന്നത്. ഇനി ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത് 1 കപ്പ് റവയ്ക്ക് വേണ്ടിയിട്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് നമുക്ക് ബോയിൽ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഇത് നന്നായി ബോയിൽ ചെയ്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ റവ, റോസ്റ്റ് ചെയ്തിരിക്കുന്ന റവയാണ്. ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി റോസ്റ്റഡ് ആയിരുന്നു. ഇനി റോസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒരിത്തിരി നെയ്യിലോ അല്ലെങ്കിൽ എണ്ണയിലോ അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കണം. എല്ലാ റവയിലും ഒന്ന് നന്നായി വെന്ത് കിട്ടണം. ഇനി ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് മതിയാവും, അധികം നേരം വേണ്ട. ഇനി അത് നമുക്ക് കുക്ക് ചെയ്ത് കിട്ടാനായിട്ട്. ഇത് ഓൾമോസ്റ്റ് നമ്മുടെ റവ ഉപ്പുമാവ് റെഡിയായി വന്നിട്ടുണ്ട്. റവ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.